ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ വെറും 1 കപ്പ് അരിപ്പൊടി കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അത് നമ്മൾ റെഗുലറായിട്ട് നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന നോർമൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്കിത് കുറേ കാലത്തേക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാവാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറുത്ത അരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ നമുക്ക് വീണ്ടും വറുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കയ്യിൽ വറുത്തിട്ടുള്ളതല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവേണ്ട. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് അരിപ്പൊടിയൊക്കെ വറുത്ത് കിട്ടുമ്പോൾ ഒരു സ്മെല്ല് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് വെക്കാം. നമ്മൾ ആ പാനിൽ തന്നെ വെക്കുകയാണെങ്കിൽ അരിപ്പൊടി വീണ്ടും അതിനകത്തിരുന്ന് ചൂടായിട്ട് കളറൊക്കെ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ അരിപ്പൊടിയൊക്കെ വറുത്തെടുത്ത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നെയ്യാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് വേണ്ടെങ്കിൽ നമുക്ക് നെയ്യ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഫുള്ളായിട്ട് നമുക്ക് വെളിച്ചെണ്ണ മാത്രം എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടുന്നത് കൊച്ചുള്ളിയാണ്. ഞാനൊരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയുടെ അളവ് കൂടാതെ ശ്രദ്ധിക്കണം. 10 കൊച്ചുള്ളി മതിയാകും. ഈ കൊച്ചുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ അരിപ്പൊടി 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മൂത്ത ഉള്ളിയിലോട്ട് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച അരിപ്പൊടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. ചിലപ്പോൾ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ പാനിലിരുന്നിട്ട് അരിപ്പൊടിയൊക്കെ അങ്ങ് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കരിഞ്ജീരകമാണ്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് മുട്ടയാണ്. മുട്ടയും കൂടെ 1 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട തികച്ചും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. പക്ഷേ മുട്ട കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ സ്നാക്കിന് കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴും അരിപ്പൊടി നല്ല ചൂടാണ്. ഈ ചൂട് മാറിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് ബോളാക്കി എടുക്കണം. അപ്പം നമ്മുടെ ഈ അരിപ്പൊടി മിക്സ് ഒരുപാട് അങ്ങ് തണുക്കണ്ട. ഒരുപാട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഇളം ചൂടോട് കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ബോളാക്കിയിട്ടൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുവാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് പാനിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മിക്സിൽ നിന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കാം. ഈ റൗണ്ട് ഷേപ്പിലാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ കൈ രണ്ടും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഷേപ്പ് ആക്കിയെടുത്തത്. വളരെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമുള്ളൊരു റെസിപ്പിയാണ്. നമ്മൾ ആദ്യം നമ്മുടെ മാവിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് 2 കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഈ ഷേപ്പിൽ ഇനി നമുക്ക് സമയമില്ലെങ്കിൽ നമുക്കിത് സേവാനാഴിക്കകത്ത് വെച്ചിട്ട് മുറുക്കിൻ്റെ ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ പിള്ളേരൊക്കെ, കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ നമുക്കിത് ചെയ്യിക്കാവുന്നതാണ്. അവരൊക്കെ വളരെ ഇൻട്രസ്റ്റോടെ ചെയ്തോളും. ഇപ്പം ഞാനും എൻ്റെ മോളും കൂടെയാണ് ഇത്രയും ചെയ്തെടുത്തത്. ഞങ്ങൾക്കൊരു 10 മിനിറ്റ് എടുത്തതേ ഉള്ളൂ. അപ്പം ഈ സമയത്ത് തന്നെ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓരോ സ്നാക്സും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 2-3 മിനിറ്റ് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാവുന്നതാണ്. നമ്മൾ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് എണ്ണ ഇങ്ങനെ പതഞ്ഞ് വരുന്നത്. നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടുമ്പോൾ ആ പതയം അങ്ങ് മാറി കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. വളരെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റുമാണ്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണ്. ഒരു അരമണിക്കൂറത്തെ പരിപാടിയേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് കുറച്ചേറെ ക്വാണ്ടിറ്റി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു 1 കിലോ അരിപ്പൊടിയുടെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കിത് 1 മാസത്തേക്കൊക്കെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നമുക്ക് മുട്ട ഒഴിവാക്കാവുന്നതാണ്. മുട്ട ഒഴിവാക്കിയാലും പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ മുട്ട ചേർക്കുമ്പോൾ വേറൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.